ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SLC ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററാണ്. നമുക്കപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ചലഞ്ച് നോക്കാം. അടുത്ത ചലഞ്ചാണ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോ തമിഴാണ്, അല്ലെ? അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പണ്ടെല്ലാം, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഭാഷാടിസ്ഥാനത്തിലായിരുന്നില്ല ഭരണപ്രദേശങ്ങളെ തിരിച്ചിരുന്നത്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോടുകൂടി അവരുടെ ആശയങ്ങളെല്ലാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ആശയങ്ങൾ, ഐഡിയാസ് എല്ലാം ലോക്കൽ ലാംഗ്വേജ്, അതായത് അതാത് പ്രാദേശിക ഭാഷകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളാണ് കൾച്ചേഴ്സ് ഫോം ചെയ്തിരുന്നത്. സംസ്കാരങ്ങൾ ഫോം ചെയ്യാനായിട്ട് വളരെ ഒരു ഇമ്പോർട്ടന്റ് റോള് ലോക്കൽ ലാംഗ്വേജസ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ അതിനായിട്ട് ഓക്കെ, ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ബൈ എംഫസൈസിംഗ് ദ മദർ ടങ് ടു ബ്രിങ് പീപ്പിൾ ക്ലോസർ ടു ദ നാഷണൽ മൂവ്മെന്റ്. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. രാജ്യവ്യാപകമായിട്ടാണ് സമരങ്ങളും എല്ലാ മൂവ്മെന്റ്സും നടത്തിയിരുന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് ആശയങ്ങൾ കൈമാറാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മദർ ലാംഗ്വേജില്, അതാത് മാതൃഭാഷയിലായിരുന്നു ജനങ്ങളോട് അവരുടെ ആശയങ്ങളെല്ലാം കൈമാറിയിരുന്നത്. അതിനുവേണ്ടി The Nagpur Congress session of 1920 decided to organize Congress committees on linguistic base. അതിനുവേണ്ടി നാഗ്പൂരിൽ 1920 നാഗ്പൂരിൽ വെച്ചു കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തി, സെഷൻ കണ്ടക്ട് ചെയ്തു. അതിനകത്ത് കോൺഗ്രസ് കമ്മിറ്റീസ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസസ്, ലാംഗ്വേജ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് ദ മേജർ സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ റിഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എങ്ങനെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്, അതിന്റെ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, in 1948 the Constituent Assembly appointed a Linguistic Provinces Commission under the chairmanship of S.K. Dar to study the reorganization of states. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്തു? SK Dar എന്ന് പറയുന്ന ആളുടെ കീഴിൽ ചെയർമാനായി കൊണ്ട് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്നാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ഫോം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റഡി ദ റിഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി SK Dar എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ഫോം ചെയ്തു. ഏത് വർഷമാണ്? 1948, ഒന്നാമത്തെ സ്റ്റെപ്പ്. അടുത്തത് അതേ വർഷം തന്നെ in 1948 the Indian National Congress appointed JVP committee. എന്താണ് JVP committee? J for ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ പി സർദാർ വല്ലഭായ് പട്ടേൽ, പി പട്ടാഭി സീതാരാമയ്യ. അങ്ങനെ JVP കമ്മിറ്റി എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. ടു എക്സാമിൻ ആൻഡ് സബ്മിറ്റ് എ റിപ്പോർട്ട് on the strong demand of linguistic states. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണം, അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും കൂടിയാണ് JVP കമ്മിറ്റി എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ക്ലിയർ ആണോ? ഏത് വർഷമാണ്? 1948. ക്ലിയർ ആണോ? ഇനി the demand for a separate Andhra states for Telugu speaking people, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആന്ധ്രാപ്രദേശ് ഫോം ചെയ്യണം എന്നുള്ള ഒരു ശക്തമായ വാദം ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോറ്റി ശ്രീരാമലു അദ്ദേഹം സമരം നടത്തി, നിരാഹാര സമരം നടത്തി.
അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? 1953 ഒക്ടോബർ 1-ന്, എപ്പോഴാണ്? ഒക്ടോബർ 1-ന് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിൽ രൂപീകരിച്ചു. ക്ലിയർ ആണോ? അപ്പോ ഇന്ത്യയിലെ ആദ്യമായിട്ട് സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏത് വർഷമാണ്? 1953 ഒക്ടോബർ 1. ക്ലിയർ ആണോ? ഇനി in 1953 ആ വർഷം തന്നെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റഡ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി ഫോം ചെയ്തു. എന്താണ് കമ്മിറ്റിയുടെ പേര്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. കമ്മിറ്റി അല്ല, കമ്മീഷൻ. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫസൽ അലി, സർദാർ KM പണിക്കർ ആൻഡ് HN ഖുസ്രു. ഇവരുടെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ഫോം ചെയ്തു. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബിൽ പാസ്ഡ് ബൈ പാർലമെന്റ് ഇൻ 1956. അങ്ങനെ 1956 പാർലമെന്റിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല് പാസ്സായി. അതിന്റെ കീഴിൽ 14 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഏത് വർഷമാണ്? 1956 നവംബർ 1 അങ്ങനെ കമ്മീഷൻ ഫോം ചെയ്തു. ഈ കമ്മീഷൻ എന്ത് ചെയ്തു? ഇന്ത്യ മൊത്തം പഠനം നടത്തി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണോ എന്നുള്ള സ്റ്റഡി എല്ലാം നടത്തി അവസാനം പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി സംസ്ഥാനങ്ങൾ ഫോം ചെയ്യണം. അങ്ങനെ 1956 തന്നെ 14 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും ഫോം ചെയ്തു. ക്ലിയർ ആണോ? ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കണോമി. അടുത്ത ചലഞ്ച് ആണ് ഇന്ത്യൻ എക്കണോമി, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കണോമി. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ വളരെ പതറ്റിക് ആയിരുന്നു. ഫുൾ കൊളാപ്സ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്, അല്ലേ? നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർ പോയപ്പോ ഇന്ത്യൻ എക്കണോമി വിച്ച് കൊളാപ്സ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഭരിച്ച് നശിപ്പിച്ച് ഇന്ത്യയുടെ എക്കണോമി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റണം. അതായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്ത മറ്റൊരു ചലഞ്ച്. ക്ലിയർ ആണോ? അതെങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. നമുക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എക്കണോമി എന്ത് ചെയ്യണം? സ്ട്രോങ് ആക്കണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോ അതിനായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോ നെഹ്റു എന്ത് ചെയ്തു? ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. നെഹ്റു took the initiative to form the planning commission in India based on the economic planning model of Soviet Union. സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് പ്ലാനിംഗ് മോഡലായ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റു എടുത്തു. As a result of independent India followed a mixed economy. മിക്സ്ഡ് എക്കണോമി ആയിരുന്നു സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ കൈക്കൊണ്ട സിസ്റ്റം. അതുകൊണ്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ ജവഹർലാൽ നെഹ്റു എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ. എവിടെയുള്ള മോഡലാണിത്? എക്കണോമിക് പ്ലാനിംഗ് മോഡൽ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. ക്ലിയർ ആണോ? The main problem of independent India were food scarcity and poverty. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഫുഡ് സ്കാസിറ്റി, അതുപോലെ പോവർട്ടി. ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അതുപോലെ ഭയങ്കര പട്ടിണിയായിരുന്നു ഇന്ത്യയിൽ. അപ്പോ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് to overcome this, the first 5-year plan എന്ന് പറയും, അതായത് പഞ്ചവത്സര പദ്ധതി. അതായത് 5-year plan എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടർ ഫോക്കസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ആണെന്ന് വിചാരിക്കാം. അഗ്രികൾച്ചർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാവും. ഈ 5 വർഷം കൊണ്ട് ഇത്രയും ഗ്രോത്ത് എന്ത് ചെയ്യണം? അഗ്രികൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈവരിക്കണം, അച്ചീവ് ചെയ്യണം. അതിന് പല സ്റ്റെപ്പായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ 5 വർഷം ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? അഗ്രികൾച്ചറിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അടുത്ത 5 വർഷം ആകുമ്പോൾ
അടുത്തത് ഇങ്ങനെ ഓരോ 5 വർഷം 5 ഇയർ ടേംസിലുള്ള ഒരു പദ്ധതിയാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തായിരുന്നു? എംഫസസ് ദ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. നമ്മുടെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തത്? പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ നമുക്കറിയാം അഗ്രികൾച്ചറിൽ എന്ത് വേണം? കൃഷിയാണെന്നാണെങ്കിൽ വെള്ളം വേണം, അതുപോലെ കറണ്ട് വേണം, ഇത് ഊർജം എനർജി വേണം, എന്നാൽ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അഗ്രികൾച്ചർ മേഖല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസും വേണം, അതുപോലെ പവർ വേണം, പവർ ജനറേഷൻ. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡെവലപ്മെന്റ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അഗ്രികൾച്ചർ ഡെവലപ്പ് ആവുള്ളൂ. അതിനു വേണ്ടി എന്ത് ചെയ്തു? വി മേഡ് കൺസ്ട്രക്ട് ഡാംസ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഡാം എന്ത് ചെയ്തു? കൺസ്ട്രക്ട് ചെയ്തു. എവിടെയൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ഡാമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ബക്രാനങ്കൽ ഓൺ സത്ലജ് റിവർ. എവിടെയാണ്? സത്ലജ് റിവറിൽ ബക്രാനങ്കൽ. ദാമോദർ വാലി പ്രൊജക്ട്, ഹിരാകുണ്ട് ഓൺ മഹാനദി. പ്രധാനപ്പെട്ട ഡാമാണ്. ഒന്നാണ് ബക്രാനങ്കല്, ദാമോദർ വാലി പ്രൊജക്ട്, ഹിരാകുണ്ട്. ക്ലിയർ ആണോ? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഒന്നുകൂടി പറയാം, നെഹ്റു കൊണ്ടുവന്ന പ്ലാനിങ് ഇനിഷ്യേറ്റീവ് ആണ് പ്ലാനിങ് കമ്മീഷൻ. അതുപോലെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത എക്കണോമി മിക്സ്ഡ് എക്കണോമി ആണ്. ഇന്ത്യ പ്രധാനമായിട്ട് ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലം ഫുഡ് സ്കാസിറ്റി, പോവർട്ടി ആണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തായിരുന്നു ഫോക്കസ് ചെയ്തത്? അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസും പവർ ജനറേഷനും കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. അതിനുവേണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട ഡാമാണ് ഏതൊക്കെയാണ്? ബക്രാനങ്കല്, അതുപോലെ ദാമോദർ വാലി പ്രൊജക്ട്, ഹിരാകുണ്ട്, മഹാനദി. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ബാക്കി ടു എൻഷുർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോൾവ് അൺഎംപ്ലോയ്മെന്റ്. അന്ന് പോവർട്ടി കൂടാതെ നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. നമുക്കറിയാലോ, ജോലി ഇല്ലെങ്കിൽ പണമില്ല, പണമില്ലെങ്കിൽ ഫുഡില്ല, പട്ടിണിയാവും. അപ്പോ the second 5 year plan emphasis industrial development. ഒന്നാമത്തത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതിനുവേണ്ടി ധാരാളം ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്? നോക്ക് ഇമ്പോർട്ടന്റ് ആണ്ടാ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ റൂർക്കേല അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. എന്താണ്? റൂർക്കേല. എവിടെയാണ് സ്ഥലം? ഒഡീഷ. നമുക്ക് ഹെൽപ്പ് ചെയ്ത നമ്മളുടെ അസോസിയേറ്റ് ഫോറിൻ കൺട്രി ഏതായിരുന്നു? ജർമ്മനി. ഏതാണ്? ജർമ്മനി. ഇനി ബിലായി അയൺ ആൻഡ് സ്റ്റീൽ എവിടെയാണ്? ഛത്തീസ്ഗഡ്. നമ്മളോട് അസോസിയേറ്റ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആണ്. ഇനി മൂന്നാമത് ഏതാണ്? ദുർഗാപൂർ. എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാൾ. നമ്മളോട് അസോസിയേറ്റ് ചെയ്തത് UK, യുണൈറ്റഡ് കിങ്ഡം. നാലാമത്തത് ബൊക്കാറോ അയൺ ആൻഡ് സ്റ്റീൽ. എവിടെയായിരുന്നു? ജാർഖണ്ഡ്. അസോസിയേറ്റ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ. ക്ലിയർ ആണോ? അപ്പോ 4 പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്: റൂർക്കേല ഒഡീഷ ജർമ്മനി, ബിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ യുണൈറ്റഡ് കിങ്ഡം, ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ. ക്ലിയർ ആണോ? ഇതായിരുന്നു പ്രധാനമായിട്ടായിരുന്ന ആ സമയത്ത് ഫോം ചെയ്ത അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അടുത്താണ് ലാൻഡ് റിഫോംസ്. അഗ്രികൾച്ചർ സെക്ടറിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചതായിരുന്നു ലാൻഡ് റിഫോംസിലൂടെ. അതായത് ഇൻഡിപെൻഡന്റ് കിട്ടുന്നതിന് മുമ്പ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിന് ശേഷവും സ്വത്തുക്കളെല്ലാം, അതുപോലെ ലാൻഡ് എല്ലാം ഒരു വിഭാഗം ആളുകളുടെ മാത്രമായിരുന്നു. പാവപ്പെട്ട കർഷകർക്കൊന്നും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. അപ്പോ അതിലൊരു മാറ്റം വരാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏർപ്പിച്ചു. അതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം an agrarian reforms committee was appointed under the leadership of J.C. Kumarappa. J.C. കുമാരപ്പയുടെ കീഴിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഇതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ആളുകളുടെ കൈവശം വെക്കുന്ന ഭൂമി അതിന്മേൽ ലിമിറ്റ് കൊണ്ടുവന്നു, ഒരു പരിധി കൊണ്ടുവന്നു. അങ്ങനെ എക്സസീവായി വരുന്ന ഭൂമി
ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് സാധാരണക്കാരായ ഫാമേഴ്സിന് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇതിലൂടെ പോവർട്ടി കുറക്കുവാനും അതുപോലെ അഗ്രികൾച്ചർ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കാനും നമുക്ക് സാധിച്ചു. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? The aim was set a limit on the amount of land an individual could own. ഒരു വ്യക്തിക്ക് ഉടമസ്ഥയിൽ വെക്കാൻ അല്ലെങ്കിൽ കൈവശം വെക്കാവുന്ന ഭൂമിയിൽ മേൽ ലിമിറ്റ് കൊണ്ടുവന്നു, പരിധി കൊണ്ടുവന്നു. ഇതായിരുന്നു ലാൻഡ് ഫോംസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഇനി അടുത്തതായിരുന്നു ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ നോക്കാം നമുക്ക്. ഫുഡ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ഫുഡ് പ്രൊഡക്ഷനിൽ ധാരാളം റവല്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, വിപ്ലവങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ അതായത് ഇന്ത്യയിൽ ഫുഡിന് സെൽഫ് സഫിഷ്യന്റ് ആകാം, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് ധാരാളം ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു. The aim of enhancing the agriculture sector and achieving self-sufficiency in food production. എന്തായിരുന്നു ഗ്രീൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തി, സെൽഫ് സഫിഷ്യൻസി എന്ത് ചെയ്യണം? കൈവരിക്കണം. ഇതായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന എയിം. ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ധാരാളം മാറ്റങ്ങൾ വന്നു. എന്താണ്? ഒന്ന്, യൂസ് ഓഫ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്. നല്ല നിലവാരമുള്ള വിത്തുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു, മോഡേൺ മെഷീനറീസ് ഇതെല്ലാം നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിനെയായിരുന്നു കോമൺ ആയിട്ട് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ അഗ്രികൾച്ചർ സെക്ടറിൽ വന്നേക്കുന്ന ഈ ഒരു ഫലപ്രദമായിട്ടുള്ള മാറ്റത്തെയാണ് എന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ റവല്യൂഷൻ രണ്ട് ഘട്ടങ്ങളാണ്. there are two phases. ഏതൊക്കെയായിരുന്നു? 1960 to 1970, അതുപോലെ 1970 to 1980. ഈ രണ്ട് ഫേസസ് ആണ് ഗ്രീൻ റവല്യൂഷന് ഉണ്ടായിരുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹമായിരുന്നു. ക്ലിയർ ആണോ? ഇത് കൂടാതെ ഗ്രീൻ റവല്യൂഷൻ കൂടാതെ വേറെയും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? വൈറ്റ് റവല്യൂഷൻ. ഏതായിരുന്നു? They aim to increase the production of milk and dairy products. മിൽക്കും ഡയറി പ്രൊഡക്ട്സിന്റെയും ഇൻക്രീസിന് വേണ്ടിയിട്ടായിരുന്നു വൈറ്റ് റവല്യൂഷൻ. അതുപോലെ ബ്ലൂ റവല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? വിച്ച് എയിം ടു ഇംപ്രൂവ് ദ ഫിഷ് പ്രൊഡക്ഷൻ സെക്ടർ. ഫിഷ് പ്രൊഡക്ഷൻ സെക്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബ്ലൂ റവല്യൂഷൻ. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ അഗ്രികൾച്ചർ സെക്ടർ ആണ്. വൈറ്റ് റവല്യൂഷൻ ഏതായിരുന്നു? മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. ബ്ലൂ റവല്യൂഷൻ ഏതാണ്? ഫിഷ് പ്രൊഡക്ട്സ്. ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരായിരുന്നു? MS സ്വാമിനാഥൻ. ഗ്രീൻ റവല്യൂഷന് രണ്ട് ഫേസസ് ആണ്, 1960 to 1970, 1970 to 1980. അതുപോലെ ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? യൂസ് ഓഫ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് മോഡേൺ മെഷീനറി. ക്ലിയർ ആണോ? ഇനി അടുത്തതിലേക്ക് പോകാം. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്, ബാങ്കിന്റെ ദേശസാൽക്കരണം, അതാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. നോക്കിയേ, നമുക്കറിയാം ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അത് വളരെ സമ്പന്നമായിട്ടുള്ള ലാർജ് ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കയ്യിൽ മാത്രമായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോ പ്രധാനമായിട്ടും ബാങ്ക് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. സാധാരണക്കാർക്കോ അതുപോലെ കർഷകർക്കോ ലോൺ ഒന്നും എളുപ്പം കിട്ടിയിരുന്നില്ല. The independent India, banks were owned by large industrialists and wealthy individuals. നല്ല സമ്പന്നമുള്ള ആൾക്കാരിൽ മാത്രമായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നത്. Since bank prioritized the rich, നല്ല പണമുള്ള ആൾക്കാരെയായിരുന്നു പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്. സാധാരണക്കാർക്ക് അവർക്കൊന്നും ലോൺ കിട്ടിയിരുന്നില്ല. There is difficulty to obtain loans, other banking services. ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി 1969 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയ ഇന്ദിരാഗാന്ധിയാണ്
നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി 14 പ്രധാനപ്പെട്ട ബാങ്കുകൾ എല്ലാം രാജ്യത്തിന്റെ സ്വന്തം ബാങ്കാക്കി മാറ്റി, നാഷണലൈസ്ഡ് ബാങ്കാക്കി മാറ്റി. ദിസ് ഈസ് നോൺ ആസ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. ക്ലിയർ ആണോ? ഇനി ഇതുകൂടാതെ പിന്നീട് 6 more banks were taken. പിന്നീട് ഒരു 6 ബാങ്ക് കൂടി എന്ത് ചെയ്തു? നാഷണലൈസേഷൻ ബാങ്ക് ആക്കി മാറ്റി. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ ഇത്രയും പറയുന്നത് ഇന്ത്യയുടെ എക്കണോമി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇന്ത്യയുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഏകദേശം 1970-80 ടൈം പീരീഡൊക്കെ ഇങ്ങനെയായിരുന്നു. 1990 ശേഷം ഇന്ത്യയുടെ എക്കണോമി പുതിയ പോളിസീസ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ലിബറലൈസേഷൻ. ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനില്ല, നല്ല അറിഞ്ഞു വെക്കുക. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുമുതലാണ് 1990s. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തതാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതായിരുന്നു എഡ്യൂക്കേഷൻ. എക്കണോമിയിലെല്ലാം പെടും, അഗ്രികൾച്ചർ പെടും, അതുപോലെ എഡ്യൂക്കേഷൻ പെടും, അതുപോലെ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യണം? എല്ലാം ഡെവലപ്പ് ആക്കണം. അപ്പോൾ അടുത്തതായിരുന്നു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മുതലേ നമുക്ക് എന്തുണ്ട്? ഇവിടെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലുണ്ട്. പക്ഷെ അതിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരണം, റിനോവേഷൻ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ധാരാളം കമ്മിറ്റികൾ എന്ത് ചെയ്തു? ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു. The government appointed various commissions. കമ്മീഷൻസ് കൊണ്ടുവന്നു. എന്തിനായിട്ടാണ്? To study the Indian education system and submit the recommendation. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ധാരാളം കമ്മിറ്റികൾ വന്നു. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. ഏത് വർഷം? ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 1948. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അതുപോലെ അടുത്തത് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. ഏത് വർഷമാണ്? 1952. ഏതാണ്? 1952. എന്താണ് ഫോക്കസ് ചെയ്തത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ. അടുത്തത് മൂന്നാമത് ഡോക്ടർ DS ഗോത്താരി കമ്മീഷൻ. ഏത് വർഷമാണ്? 1964. എന്തിനായിരുന്നു ഫോക്കസ് ചെയ്തത്? നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. നാലാമത്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഏത് വർഷമാണ്? 1986. എന്താണ് ഫോക്കസ് ചെയ്തത്? പ്രൈമറി എഡ്യൂക്കേഷനും അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ലാസ്റ്റ് വൺ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നെ ഏത് വർഷമാണ്? 2020 വന്നത്, റീസെന്റ് വന്നത്. ഏതാണ് ഫോക്കസ് ചെയ്തത്? എഡ്യൂക്കേഷൻ ഫ്രം പ്രീ പ്രൈമറി ടു ഹയർ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. കറന്റിലുള്ള സിസ്റ്റം. ക്ലിയർ ആണോ? അപ്പൊ ഇതായിരുന്നു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ പ്രധാനപ്പെട്ട 5 കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, DS ഗോത്താരി കമ്മീഷണർ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ക്ലിയർ ആണോ?